A very warm good morning to one and all. Welcome to yet another live session from Teachers Academy Mavelikara, and I am here Varsha with you to have a live on speaking. Yes, good morning everybody. A very warm good morning to one and all. Yes, so I just believe that you people are practicing with the speaking part regularly because I was just going through the comment section. So a few of suggestions പറഞ്ഞിട്ടുണ്ടായിരുന്നു like ഈ ഒരു കാർഡ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. So I thought of doing a particular card based on it. So as per your request or as per your comment, I have selected a case that is a delayed growth. ഒരു കമൻറ്റിൽ വന്നിട്ടുള്ളതായിരുന്നു. I just forgot the name. So that is also a just examined case. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചായിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് അവിടെ ഉദ്ദേശിച്ചത്. സോ ഐ തോട്ട് ഓഫ് ഹാവിങ് എ ഡിസ്കഷൻ വിത്ത് യു പീപ്പിൾ. സോ ഹായ് എവ്രിബഡി, ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. Yes, so I just hope that you people, I know that you people have been practicing with the speaking. നിങ്ങൾ regularly practice ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. Just go with it. Hi, good morning Ramesh. Hi Amla, good morning. Hi Nimmi, good morning. Yes, hi Appus and Drishya, good morning, good morning. Hi Prasita, good morning. Yes, everyone is here. Good morning Mariama. Okay, so നല്ല മഴയൊക്കെ പെയ്തിട്ട് എല്ലാവരും ഒന്ന് കോസി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? I mean, it's cold and cozy these days. I mean, മഴയൊക്കെ ആയതുകൊണ്ട്. So let's have a discussion on, a role play card. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ as per your request or as per your comment, അപ്പോൾ I thought of discussing this particular case. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഡിലേഡ് ഗ്രോത്ത് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ടു ഇറ്റ് ഇസ് എ ജസ്റ്റ് എക്സാമിൻ കേസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹൗ ഡു വി സ്റ്റാർട്ട് ദ പർട്ടിക്കുലർ കേസ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സിൻസ് എവ്രി വൺ ഇസ് ഹിയർ, ലെറ്റ് ദി അതേഴ്സ് ജോയിൻ. സോ പീപ്പിൾ ആർ ജോയിനിങ്. ലെറ്റ് ദം ജോയിൻ. സോ ആ ഒരു സമയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ റോൾ പ്ലേ കാർഡ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താലോ? ഓക്കെ, സോ വി ആർ സ്വിച്ചിങ് ഇൻ ടു ദ റോൾ പ്ലേ കാർഡ്. യെസ്, സോ ദ സെറ്റിംഗ് ഗിവൻ ഹിയർ ഇസ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ഓക്കെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ്. സിനാരിയോയിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? യു ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് എ റുട്ടീൻ ഫിസിക്കൽ അസസ്മെൻറ്റ് ഓഫ് എ 4-year-old ബോയ് ആൻഡ് ആർ ഡിസ്കസിംഗ് ദി ഫൈൻഡിങ്സ് വിത്ത് ദ പേരൻറ്റ്. He is below the 5th percentile for height and weight, which suggests significantly delayed growth. The child is not present for the discussion. ഈ കാർഡ് എല്ലാവരും ഒന്ന് ഗോ ത്രൂ ചെയ്തേ. അതിനുശേഷം ഐ വോണ്ട് യു പീപ്പിൾ ടു മേക്ക് എ കമൻറ്റ് ഓൺ ഹൗ വിൽ യു സ്റ്റാർട്ട് ദിസ് കേസ്. നിങ്ങൾ ഈ കേസ് എങ്ങനെയായിരിക്കും ഇൻട്രൊഡക്ഷൻ പോവുക എന്ന് ഐ വോണ്ട് യു ടു ഐ വോണ്ട് യുവർ സജഷൻസ് ഓൺ ദിസ്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ദ കാർഡ് ആൻഡ് ലെറ്റ് മീ നോ ലൈക്ക് വാട്ട് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഐ വോണ്ട് ടു ഗെറ്റ് എ സജഷൻ ഫ്രം യുവർ സൈഡ്. So this is a community health center setting. You have just completed a routine physical assessment of a 4-year-old boy and are discussing the findings with the parent. He is below the 5th percentile of weight and height, which suggests significantly delayed growth. The child is not present for the discussion. Are you people with me? I'm not getting any sort of comments. ഇത് എന്ത് കൈൻഡ് ഓഫ് കേസാണ്? ഡെഫിനറ്റ്ലി ആസ് ദ വേർഡ് ഇൻഡിക്കേറ്റ്സ്, ഇവിടെ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടല്ലേ എന്ത് കൈൻഡ് ഓഫ് കേസാണിത്. സോ ദ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വൈ ഐ ടുക്ക് ദിസ് കേസസ്, എല്ലാം എപ്പോഴും ഒരു ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറയുന്ന വേർഡ് തന്നെ ആവണമെന്നില്ല. മനസ്സിലായോ? യെസ്, വെരി ഗുഡ്. നോൺ കേസ് ആൻഡ് ഓൾസോ ജസ്റ്റ് എക്സാമിൻ കേസ് എന്ന് പ്രസീത ആൻഡ് ജിസ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം എപ്പോഴും ഒരു ജസ്റ്റ്, നമ്മളിവിടെ ടൈറ്റിൽ ഓൾറെഡി പറഞ്ഞു എന്ത് കേസാണ് ഇതൊരു ജസ്റ്റ് എക്സാമിൻ്റെ കേസാണ് അല്ലേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണ്? സോ ഇവിടെ ഒരു കാര്യം ലൈക്ക് ജസ്റ്റ് എക്സാമിൻഡ് എന്നൊരു വേർഡ് ഇവിടെ നമുക്ക് മെൻഷൻഡ് അല്ല അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എക്സാമിൻഡ് തന്നെയാണോ? സി, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു സിനാരിയോയിലാണോ എന്തോ ഒരു ആക്ട് കഴിഞ്ഞതായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്, സംതിങ് വിച്ച് ഇസ് already done, which is already been carried out, അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം എന്തായിരിക്കും? അതൊരു ജസ്റ്റ് എക്സാമിൻ്റെ കേസ് തന്നെ ആയിരിക്കും. ഓക്കെ, രമേഷ് ഹാസ് കമൻറ്റഡ്, താങ്ക് യു ഫോർ അലൗവിങ് ഫോർ എക്സാമിനേഷൻ ഫോർ യുവർ ചൈൽഡ്. ഓക്കെ,
നിമ്മി നോൺ കേസ് ആണെന്ന് പറയുന്നുണ്ട്. പ്രിയ ഹാസ് കമൻറ്റഡ് ഗുഡ് മോർണിംഗ്, ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് യുവർ ചൈൽഡ്സ് എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഓൾവേസ് ലുക്ക് ഫോർ ദിസ് തിങ്. എപ്പോഴും ജസ്റ്റ് എക്സാമിൻഡ് എന്ന് തന്നെ പറഞ്ഞു വരില്ല. യു ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് വരാം. അല്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടേക്കൺ ദ വൈറ്റൽ സൈൻസ്, യു ചെക്ക്ഡ് ദി വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാലും എന്താണ് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? യു ചെക്ക്ഡ്. അപ്പോൾ അവിടെയും എന്തോ ഒരു കാര്യം എന്താണ് ഓൾറെഡി കഴിഞ്ഞതായിട്ടല്ലേ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? യു ചെക്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് പറയുന്നത് എന്താണ്? സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ബീൻ ഡൺ. എന്തോ ഒരു കാര്യം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് യു ജസ്റ്റ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാലും എന്താണ്? യു ജസ്റ്റ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കേസ് എന്തായിരിക്കും? അതും ഒരു ജസ്റ്റ് എക്സാമിൻഡ് കേസ് തന്നെയാണ്. മനസ്സിലായോ? അതായത് എപ്പോഴും ഒരു ജസ്റ്റ് എക്സാമിൻഡ്, ആ ഒരു എക്സാമിൻഡ് എന്ന് പറയുന്ന വേർഡ് തന്നെ വരണം എന്നില്ല. So whenever a scenario indicates something, an act which is already been carried out or already been done, എന്തോ ഒരു കാര്യം കഴിഞ്ഞതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഡെഫിനറ്റ്ലി ദാറ്റ് പെർട്ടിക്കുലർ കേസ് ഫോൾസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ജസ്റ്റ് എക്സാമിൻഡ് കേസ്. മനസ്സിലായോ? അപ്പോൾ യു ചെക്ക്ഡ് എന്ന് പറഞ്ഞാലും യു ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാലും യു ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്ത് കേസ് തന്നെയാണ്? ജസ്റ്റ് എക്സാമിൻഡ് കേസ് തന്നെയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് സംതിങ് വിച്ച് ഓൾറെഡി ബീൻ ഡൺ. കംപ്ലീറ്റഡ് പാസ്റ്റ് ടെൻസ് അല്ലേ? കംപ്ലീറ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടി. നമ്മളിങ്ങനെ ഒരു സിനാരിയോ വായിക്കുമ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് യുവർ ഡെസിഗ്നേഷൻ? ഹൂ ആർ യു? യു ആർ എ നഴ്സ് വർക്കിംഗ് ഇൻ ദി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടു ഹൂം ആർ യു ഗോയിങ് ടു ഹാവ് ദ കോൺവെർസേഷൻ? നമ്മൾ ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? So you're going to have a conversation with the ആരുമായിട്ടാണ്? പേഷ്യൻസ് ബൈസ്റ്റാൻഡർ, ദാറ്റ് ഇസ് ദ പേരൻറ്റ്. ആൻഡ് നമുക്കൊരു പേഷ്യൻറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് പേരുണ്ട്, പേഷ്യൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർ. Along with that, the third information, okay, yes, Prasita, relative or the parent. Yeah, third information, what are you going to talk here? നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഇവിടെ? എന്തിനെ പറ്റിയിട്ടാണ്? So we are going to talk about the child's delayed growth. അല്ലെങ്കിൽ നിങ്ങൾ അസസ്മെൻറ്റിന് ശേഷം, നിങ്ങളുടെ റുട്ടീൻ അസസ്മെൻറ്റിന് ശേഷം നിങ്ങൾ എന്തോ ആണ് നോട്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ എന്നൊരു കാര്യം കണ്ടോ? അതിനെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്തായിരിക്കും? അങ്ങനെ ഒരു കാര്യം തന്നതുകൊണ്ട് നമ്മളത് ജസ്റ്റ് ആ ഒരു ലാഘവത്തിൽ എടുത്താൽ മതിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ അതിൻ്റെ? ആ സിനാരിയോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്ക് ഇമാജിൻ ഞാൻ എൻ്റെ കുട്ടീനെയും കൊണ്ട് വന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളവിടെ നിങ്ങളുടെ റുട്ടീൻ ചെക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്താണ്? കുട്ടി ഇപ്പോൾ 5th പെർസെൻറ്റൈലിലാണ്, ദറ്റ് സജസ്റ്റ് ഡിലേഡ് ഗ്രോത്ത് എന്ന് മനസ്സിലാക്കി. ഓക്കെ, നിങ്ങളത് ഫൈൻഡിങ്സ് പേരൻറ്റിനോട് പറയാൻ പോവുകയാണ്. പക്ഷെ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക? ഹാവ് യു ഗോട്ട് എൻ ഐഡിയ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ കോമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് താങ്ക് യു ഫോർ അലൗവിങ്, അതുപോലെ തന്നെ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ദ പേഷ്യൻറ്റ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ കോൺവെർസേഷൻ, ദാറ്റ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. യൂഷ്വലി നമുക്കൊരു ജസ്റ്റ് എക്സാമിൻ്റെ കേസ് വരുന്നത് 4 സിനാരിയോയിലായിരിക്കാം. ഓക്കെ, 4 സിനാരിയോസ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓരോ കേസിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതായത് ജസ്റ്റ് എക്സാമിൻ്റെ കേസ് ഇൻ 4 സിനാരിയോസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻറ്റ്. അതായത് ജസ്റ്റ് എക്സാമിൻ്റെ കേസിൽ നമ്മളൊരു കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻ്റ് ആയിരിക്കും ആദ്യമേ. കോൺവെർസേഷൻ വിത്ത് പേഷ്യൻറ്റ്, മനസ്സിലായോ? ആൻഡ് ദ സെക്കൻഡ് വൺ വുഡ് ബി, നമ്മുടെ രണ്ടാമത്തെ എങ്ങനെയായിരിക്കും? കോൺവെർസേഷൻ വിത്ത് ദി ബൈസ്റ്റാൻഡർ. അതായത് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആരോട് സംസാരിക്കുന്നു? വിത്ത് ബൈസ്റ്റാൻഡർ ഓർ റിലേറ്റീവ്. ക്ലിയർ ആണോ? ആൻഡ് ദ തേർഡ് സിറ്റുവേഷൻ വുഡ് ബി ഈ സെയിം കോണ്ടെക്സ്റ്റ് തന്നെ, കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ വേർ പേഷ്യൻറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ്. മനസ്സിലായോ? അവിടെ കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ ആയിരിക്കും, പക്ഷെ പേഷ്യൻ്റ് അവിടെ പ്രസൻ്റ് ആയിരിക്കില്ല. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ എന്തോ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരേപോലത്തെ ഇൻട്രോ ആണോ? കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻറ്റ്, യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ പേഷ്യൻറ്റ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യു എന്ന് പറഞ്ഞാൽ മതി അല്ലേ? വാട്ട് ഇഫ് യു ഹാവ് എക്സാമിൻ ദ പേഷ്യൻ്റ് ആൻഡ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ? അവിടെ നമ്മൾ എന്ത് പറയും? താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ ജോൺ, ഹൗ കെൻ ഐ അഡ്രസ് യു എന്ന് ചോദിക്കാം അല്ലേ? ആൻഡ് തേർഡ് സിനാരിയോ എന്താണ്? കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ ബട്ട് ദ പേഷ്യൻ്റ് ഇസ് നോട്ട് പ്രസൻറ്റ്. നമ്മൾ ബൈസ്റ്റാൻഡറിനോട് സംസാരിക്കുന്നു, പക്ഷേ അവിടെ പേഷ്യൻ്റ് ഇല്ല. ഓക്കെ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, എങ്ങനെയായിരിക്കും ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നാലാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മേർജ്ഡ് കേസാണ്. ഓക്കെ, അതായത് രണ്ട് കേസിൻ്റെ ക്ലസ്റ്റർ, ഒന്നൊരു ഹോം വിസിറ്റ് ആയിരിക്കും ആൻഡ് ദി അതർ വുഡ് ബി വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ, അതായത് ജസ്റ്റ് എക്സാമിൻഡ്. മനസ്സിലായോ? വിത്തൗട്ട് ഇൻട്രോ. ഇതാണ് നാലാമത്തെ. ഇസ് ഇറ്റ് സോ ആൻഡ് സോ മദർ? യെസ്, ഇറ്റ് ഇസ് സോ ആൻഡ് സോ മദർ എന്ന് ചോദിച്ചു. ടു ഗെറ്റ് ബൈസ്റ്റാൻഡർ ഡീറ്റെയിൽസ്, ടു ബി സീറ്റഡ്. ഓക്കെ, യാ ഫൈൻ. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ആ കോണ്ടെക്സ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. നമ്മളൊരു പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ പേരൻറ്റിനോട് സംസാരിക്കാൻ പോവാണ്, കുട്ടി അവിടെ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു അറ്റ് ഫസ്റ്റ്, വെരി ഗുഡ് പ്രസീത, ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് ആസ് ദ നെയിം ഓഫ് ദി പേഷ്യൻ്റ് റിലേറ്റീവ്. ഓക്കെ, പേഷ്യൻ്റ് റിലേറ്റീവ് എന്നാണ് പ്രസീത പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു ഡു ഇസ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ ഡ്യൂറിങ് പ്രിപ്പറേഷൻ ടൈം ആയിരിക്കും പേഷ്യൻ്റ് നെയിം ചോദിക്കുക അല്ലേ? ആൻഡ് ഇതൊരു ജസ്റ്റ് എക്സാമിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു ആസ്ക് ദി പേഷ്യൻസ് നെയിം ഡ്യൂറിങ് ദി 3 minutes പ്രിപ്പറേഷൻ ടൈം. So whenever you're getting a just examined case or a without introduction case, ask the patient's name during 3 minutes preparation time. Okay, ask patient's name. പേഷ്യൻ്റ് നെയിം ചോദിക്കുക. എപ്പോഴാണ്? ആ 3 minutes നമുക്ക് തന്നിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമിൽ വേണം നിങ്ങളത് ചോദിക്കാനായിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഞാനിവിടെ പേഷ്യൻ്റ് നെയിം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പേരുകളും ചോദിക്കാം, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ 2 പേരും ചോദിക്കുന്നത് ഈ പേരുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ മിസ്റ്റേക്ക്. മനസ്സിലായോ? ഇപ്പോൾ ഐ ടോൾഡ് യു, യു ക്യാൻ കോൾ ദ പേഷ്യൻ്റ് ജോൺ ആൻഡ് യു ക്യാൻ അഡ്രസ് മീ ആസ് ജെയിംസ്. ഈ 2 പേരുകൾ തമ്മിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദാറ്റ് വുഡ് ബി നെതർ മിസ്റ്റേക്ക്. സോ വാട്ട് ഐ പ്രിഫർ ഇസ് ഗോ വിത്ത് ദ പേഷ്യൻ്റ് നെയിം. ലൈക്ക് അങ്ങനെ ചോദിച്ചാൽ അത് വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല, പക്ഷേ ഈ പേരുകൾ തിരിഞ്ഞു പോയാൽ അതൊരു മിസ്റ്റേക്കാണ്. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴൊരു നോൺ കേസ് ആയാലും ഹോം വിസിറ്റ് ആയാലും ജസ്റ്റ് എക്സാമിൻ്റെ കേസ് ആയാലും ഈ 3 കേസിലാണ് നമ്മൾ പേര് ചോദിക്കുന്നത്. അത് നിങ്ങൾക്കറിയാലോ, ഹോം വിസിറ്റ്, ജസ്റ്റ് എക്സാമിൻഡ് ആൻഡ് ഓൾസോ നോൺ കേസ്. എല്ലാം എപ്പോഴും പേഷ്യൻ്റ് നെയിം ചോദിക്കാം. ഓൾവേസ് ഗോ ഫോർ ദ പേഷ്യൻ്റ് നെയിം. പിന്നെ ഈ ബൈസ്റ്റാൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരുടെ നെയിം എന്തിനാണ് വേണ്ടത്? കോൺവെർസേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ അവരോട് സംസാരിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ, അതായത് കോൺവെർസേഷൻ ടൈമിൽ ചോദിച്ചാലും മതി. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ് പർട്ടിക്കുലർ കേസ്, അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിൻ്റെ നെയിം 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ചോദിക്കുന്നു. ഹൗ ക്യാൻ ഐ അഡ്രസ് ദ ചൈൽഡ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ അഡ്രസ് ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ. അപ്പോൾ ഒരു പേര് നമുക്ക് കിട്ടി. ഇമാജിൻ ടുഡേയ്സ് നെയിം ദാറ്റ് വി ആർ ഗോണ ടേക്ക് ഫോർ ടുഡേ ഇസ് ലൈക്ക് ജോൺ. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് നെയിം എന്താണ്? ജോൺ ആണെന്ന് കരുതുക. ആൻഡ് ഇനി നമ്മൾ ഈ കേസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? സോ ഇവിടെ ഒരു റുട്ടീൻ ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. കുട്ടീനെ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ അമ്മേനോട് സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ എക്സാമിൻ ചെയ്ത സമയത്ത് ഈ കുട്ടീൻ്റെ അമ്മ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുമോ? നോട്ട് റിയലി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. ബിക്കോസ് അവിടെ അഡ്മിറ്റായി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ മദർ അല്ല. മനസ്സിലായോ? ഇതൊരു റുട്ടീൻ ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോ യു മേ ജസ്റ്റ് മേക്ക് എ കൺഫർമേഷൻ. ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ജോൺസ് പേരൻറ്റ് എന്ന് ചോദിക്കാം. ജോണിൻ്റെ പേരൻറ്റ് തന്നെ അല്ലേ എന്നൊന്ന് കൺഫേം ചെയ്തു. നമ്മൾ യൂഷ്വലി അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഈ കേസൊക്കെ വിട്ട് നിങ്ങൾ വർക്ക് പ്ലേസിലൊന്ന് ഇമാജിൻ ചെയ്തേ, നമ്മൾ എന്താ യൂഷ്വലി ചെയ്യുക? അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സാമിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്ന് സംസാരിച്ച ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കോൺവേഴ്സ് ചെയ്യും അല്ലേ? അവിടേക്കൊന്ന് ചെന്ന് സംസാരിക്കില്ലേ നമ്മൾ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് കൺഫേം ചെയ്യും യൂഷ്വലി. ദാറ്റ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. Okay, I got a comment. Thank you for your valuable support. I got 390 in speaking. Wow, very good, Saji Sunny. Congratulations. I was watching your videos regularly because of this. Thank you so much. I'm so glad that you informed me, and it's such a proud movement for me. Thank you so much, and you made my day, Saji Sunny. Thank you so much. I'm really glad, and congratulations for your great score also. Thank you so much for informing. So ഇതുപോലെ തന്നെ ബാക്കി എല്ലാവരും എന്നെ വന്ന് അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വലിയൊരു സന്തോഷമാണ്. ആസ് എ മെൻറ്റർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ ഓരോരുത്തരും വന്ന് അറിയിക്കാൻ. 450 വരെ അറിയിക്കാൻ, അല്ലെങ്കിൽ 500 വരെ നിങ്ങൾക്ക് അറിയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, once again congratulations. Yes, so coming back to
ദിസ് പർട്ടിക്കുലർ കേസ് അപ്പോൾ നമ്മൾ ജോണിൻ്റെ കാര്യം പേര് ചോദിച്ചു, ഇനി നമുക്ക് കൺഫേം ചെയ്യാം അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ്, അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം, വെനെവർ യു ആർ ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ദി ബൈസ്റ്റാൻഡർ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾവേസ് കൺഫേം ദി ബൈസ്റ്റാൻഡർ വൺസ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം അല്ലേ. കൺഫേം ദി ബൈസ്റ്റാൻഡർ, നമുക്ക് ബൈസ്റ്റാൻഡറിനെ ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, യെസ്, വെരി ഗുഡ് ദീപ. ആൻഡ് ഓൾസോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ജിസ? ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ് ഇഫ് ഐ എം നോട്ട് റോങ്, അത് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് എക്സാമിൻ്റെ കേസിൻ്റെ എറ്റിക്യൂട്ട്സ് എന്തൊക്കെയാണ്, നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു, എന്നെ ഓൾറെഡി മീറ്റ് ചെയ്തു, എന്നെ ഗ്രീറ്റ് ചെയ്തു. എന്തിനാണ് വന്നത്? ഐ കെയിം ഹിയർ ഫോർ എ റുട്ടീൻ അസസ്മെൻറ്റ് ഓഫ് മൈ ചൈൽഡ്. ഓക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കുമല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ് ഒന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് വൈ ഓൾവേസ് ജസ്റ്റിഫൈ ദ വേർഡ്, ഐ മീൻ ആ ഒരു ടേം നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുക. എന്താണ്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. അവിടെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമേ ഇല്ല. ഈ പറയുന്ന എറ്റിക്വറ്റ്സ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അറ്റ് ഫസ്റ്റ് കൺഫേമിങ് ദി ബൈസ്റ്റാൻഡർ നമ്മൾ കൺഫേം ചെയ്തു. എങ്ങനെയാണ് ചോദിക്കുക? ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ജോൺസ് പേരൻറ്റ്? അവിടെ പേരൻ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ആ പേരൻ്റ് എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ജിസയ്ക്ക് ക്ലിയർ ആയി. ഓക്കെ, സോ ആ പേരൻ്റ് എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വൈ? ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വി കാൺട്ട് ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ ജസ്റ്റ് ബേസ്ഡ് ഓൺ ദി ജെൻഡർ ഓഫ് ദി ഇൻ്റർലക്യൂട്ടർ. സോ ഓൾവേസ് യൂസ് ദ വേർഡ് ഗിവൻ ദെയർ. അപ്പോൾ ഇവിടെ പേരൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ആ വേർഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്. അപ്പോൾ അവർ നമ്മൾ കൺഫേം ചെയ്തു, യെസ് പറഞ്ഞു എന്നിരിക്കട്ടെ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്? അപ്പോൾ നമ്മൾ എന്തോ ചെയ്ത കാര്യം, കംപ്ലീറ്റ് ചെയ്ത കാര്യം നമ്മൾ ഇനി അവരോട് പറയണം അല്ലേ. ഇഫ് യു വോണ്ട് ടു ആസ്ക് ദെയർ നെയിം യു മേ. ഓക്കെ, അവരോടൊന്നും കൂടി എന്ത് ചെയ്യാം, പേര് ചോദിക്കാം. പക്ഷേ ഈ പേര് ചോദിക്കുമ്പോൾ ഓൾറെഡി കണ്ട ഒരാളോടാണ് നമ്മൾ പേര് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ റിമൈൻഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, വേ ഓഫ് ദ കോൺവെർസേഷൻ, എങ്ങനെയാണ് ആ കോൺവെർസേഷൻ പോകേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? സോ കുഡ് യു പ്ലീസ് റിമൈൻഡ് മീ യുവർ നെയിം വൺസ് അഗൈൻ. ഒന്നുകൂടി ആ പേരൊന്ന് പറയുമോ? ഞാൻ എങ്ങനെ, അപ്പോൾ പേരെന്തായിരുന്നു എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ജോൺസ് പേരൻറ്റ്? ഓക്കെ, കുഡ് യു പ്ലീസ് റിമൈൻഡ് മീ യുവർ നെയിം വൺസ് അഗൈൻ. അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് തിങ് എന്താണ്? അപ്പോൾ നമ്മൾ എന്തോ ഒരു ആക്ട് കംപ്ലീറ്റ് ആയ കാര്യം ഇനി സ്റ്റേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ യൂഷ്വലി ഈ ഒരു കാര്യം കൂടെ നോക്കുക, നമ്മുടെ കയ്യിൽ നമ്മുടെ പേര്, ഐ മീൻ ദ പേഷ്യൻ്റ്, ഇപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്ത ആൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യു. ഓക്കെ, ഇപ്പോൾ കുട്ടി, ഐ മീൻ ആ ഒരു പേഷ്യൻ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വെനെവർ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് പ്രസൻറ്റ്, അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആക്ടിനെ പറ്റി പറഞ്ഞാൽ മതി. അവരെ നോക്കി നിൽക്കുകയല്ല നമ്മൾ എക്സാമിൻ ചെയ്തത് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ഐ ഹാവ് കംപ്ലീറ്റഡ്, സോ ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് എ റുട്ടീൻ ഫിസിക്കൽ അസസ്മെൻറ്റ് ഓഫ് ജോൺ എന്ന് മെൻഷൻ ചെയ്യാം. സോ വെനെവർ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് ദെയർ, പേഷ്യൻ്റ് അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറയത്തേ ഉള്ളൂ, സോ താങ്ക് യു ഫോർ അലൗവിങ് എന്ന് പറയണ്ട. അതിന് പകരം നമ്മൾ എന്ത് പറയുന്നു, ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് എ റുട്ടീൻ ഫിസിക്കൽ അസസ്മെൻറ്റ് ഓഫ് യുവർ ചൈൽഡ് അല്ലെങ്കിൽ ഓഫ് ജോൺ. വെരി ഗുഡ്. യെസ് പ്രിയ, ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് യുവർ ചൈൽഡ്സ് എക്സാമിനേഷൻ. വെരി ഗുഡ്. ഓക്കെ, യെസ് അനുഗ്രഹ, ഹായ്, ഗുഡ് മോർണിംഗ്, കുഡ് യു പ്ലീസ് റിമൈൻഡ് മീ യുവർ നെയിം. വെരി ഗുഡ്. അപ്പോൾ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മളൊരു എങ്ങനത്തെ കേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒരു ജസ്റ്റ് എക്സാമിൻ്റെ കേസ്, ആൻഡ് ദാറ്റ് ടു വെൻ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ. ജസ്റ്റ് എക്സാമിൻ കേസ് വെൻ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദി ഡിസ്കഷൻ. അവിടെ താങ്ക് യു പറയണ്ട, അതിന് പകരം നമ്മൾ എന്ത് പറയും, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആക്ട് മെൻഷൻ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് മെൻഷൻ ചെയ്യാം, അപ്പോൾ ആ എക്സാമിനേഷൻ്റെ കാര്യം നിങ്ങൾക്ക് അവിടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് തിങ് വുഡ് ബി ദി എക്സാമിനേഷനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്നു. പിന്നെ ലേറ്റർ ഓൺ ടാസ്ക് അനുസരിച്ച് പോകാം. അപ്പോൾ നമ്മളിവിടെ എന്തായിരിക്കും പറയുക, സോ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് എ റുട്ടീൻ ഫിസിക്കൽ അസസ്മെൻറ്റ് ഓഫ് യുവർ ചൈൽഡ്. ആൻഡ് ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ടാസ്കിലേക്ക് വരാം. എന്നാലാണ് നമുക്ക് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ഇത്രയും വരെ ഓക്കെ ആണോ? ഇസ് എവറിത്തിങ് ഫൈൻ? Do you have any confusion with this thing? Have I loaded with a lot of information today? അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതും ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന സിനാരിയോസിലെല്ലാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഇൻ ചെയ്യാം. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്, ഐ കെയിം ഹിയർ ടു ഹാവ് എ ഡിസ്കഷൻ ഓൺ എ ജസ്റ്റ് എക്സാമിൻഡ് കേസ് ഓൺ ഡിലേഡ് ഗ്രോത്ത്. ആൻഡ് ഇവിടെ ജസ്റ്റ് എക്സാമിൻഡ് എന്നൊരു വാക്കില്ലായിരുന്നു. അതിന് പകരം നമ്മൾ കേസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു, ഫ്രം ദ വേർഡ് ജസ്റ്റ് കംപ്ലീറ്റഡ് അല്ലേ.
ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞു തന്നു. അതായത് എല്ലാം എപ്പോഴും ജസ്റ്റ് എക്സാമിൻഡ് എന്ന് തന്നെ പറയണമെന്നില്ല. യു ചെക്ക്, അവിടെ നോക്കിയേ എല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. ചെക്ക്ഡ്, യു ജസ്റ്റ് കംപ്ലീറ്റഡ്, യു ജസ്റ്റ് ഫിനിഷ്ഡ്. ഇതെല്ലാം നമുക്ക് തരുന്നൊരു ഇൻഡിക്കേഷൻ എന്താണ്? സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ബീൻ ഡൺ. ഏതോ ഒരു കാര്യം കംപ്ലീറ്റ് ആയ ഒരു ആക്ടിനെ പറ്റിയിട്ടാണ് നമുക്കൊരു ഐഡിയ തരുന്നത്. ലേറ്റർ ഓൺ വി ഹാവ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാരിയോസ് ഇൻ എ ജസ്റ്റ് എക്സാമിൻ കേസ്. ദ ഫസ്റ്റ് വൺ വുഡ് ബി എ കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻറ്റ്. നിങ്ങൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തതിന് ശേഷം എങ്ങനെയായിരിക്കും കേസ് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ എന്ത് പറയും? താങ്ക് യു ഫോർ അലാവിങ് മീ ടു എക്സാമിൻ യു എന്ന് പേഷ്യൻ്റ് നെയിമിനൊപ്പം തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് പ്രിപ്പറേഷൻ ടൈമിൽ എന്തായാലും പേര് ചോദിക്കണം. അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എക്സാമിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആസ്ക് ദ പേഷ്യൻറ്റ്സ് നെയിം ഡ്യൂറിങ് 3 minutes പ്രിപ്പറേഷൻ ടൈം. കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ അലാവിങ് മീ ടു എക്സാമിൻ യു. ഇനി കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ ആണെന്നുണ്ടെങ്കിലോ അവിടെ നമുക്ക് എന്ത് പറയാം? താങ്ക് യു ഫോർ അലാവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ്. വെൻ ദ പേഷ്യൻ്റ് ഇസ് പ്രസൻറ്റ്, പേഷ്യൻ്റ് അവിടെ തന്നെ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? താങ്ക് യു ഫോർ അലാവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ്. കുഡ് യു പ്ലീസ് റിമൈൻഡ് മി യുവർ നെയിം വൺസ് അഗൈൻ എന്ന് ചോദിക്കാം. And in the next scenario, when it is a conversation with the patient, a conversation with the bystander, പക്ഷേ പേഷ്യൻ്റ് അവിടെ പ്രസൻറ്റ് അല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് സിനാരിയോ നമ്പർ 3. ഓക്കെ, ഈ സിറ്റുവേഷനിൽ കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ ആണ്, പക്ഷേ പേഷ്യൻ്റ് അവിടെ പ്രസൻറ്റ് അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദി അസസ്മെൻറ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദി റൂട്ടീൻ അസസ്മെൻറ്റ് ഓൺ ദി ചൈൽഡ് എന്ന് മെൻഷൻ ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മെർജ്ഡ് കേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറഞ്ഞില്ല, ഇവിടെ ഒന്നും കൂടി പറയുകയാണ്. സോ ഹോം വിസിറ്റ് ആയിരിക്കും. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു കേസ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. ഹോം വിസിറ്റ് ആൻഡ് വിത്തൗട്ട് ഇൻട്രഡക്ഷൻ രണ്ടും കൂടി വരുന്നു. അതായത് ഇമാജിൻ യു കെയിം ഫോർ എ ഹോം വിസിറ്റ്. നിങ്ങളൊരു ഹോം വിസിറ്റിന് വന്നു ആൻഡ് അവിടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ വീണ്ടും ഹോം വിസിറ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. ഇൻ ദിസ് സിറ്റുവേഷൻ ആക്ച്വലി ആ ഒരു സെറ്റിംഗ് മാത്രമാണ് ഹോം ആവുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വിത്തൗട്ട് ഇൻട്രോ മാത്രമായിരിക്കും ഫോളോ ചെയ്യുക. മനസ്സിലായോ? ഹോം വിസിറ്റിന് വന്നു, എക്സാമിനേഷൻ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ്, ഈസ് ദിസ് ജോൺസ് റെസിഡൻസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? ആൻഡ് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സെറ്റിങ്ങിലാണ്. അപ്പോൾ യു ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദി അസസ്മെൻറ്റ് ഓൺ ദി കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ലൈൻ ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, ദ ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് തിങ്, കൺഫേം ദി ബൈസ്റ്റാൻഡർ. ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ജോൺസ് പേരൻറ്റ്? ഓ വെൽ, കുഡ് യു പ്ലീസ് റിമൈൻഡ് മീ യുവർ നെയിം വൺസ് അഗൈൻ? Yes. So I just completed a routine physical assessment on John എന്ന് മെൻഷൻ ചെയ്യാം. മനസ്സിലായോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. യു ഗോട്ട് എൻ ഐഡിയ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും വരെ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത ലൈവിൽ ഈ ഡിഫറെൻറ്റ് സിനാരിയോസ് അല്ലെങ്കിൽ ഓരോ കോണ്ടെക്സ്റ്റിലുള്ള ഡിഫറെൻറ്റ് ജസ്റ്റ് എക്സാമിൻ കേസിൻ്റെ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് വേണമെങ്കിൽ ഒരു ലൈവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി, ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഇവിടെ ജസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ കാര്യം വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ടാസ്കിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ഇഫ് പേരൻറ്റ് ഹാസ് എനി സ്പെസിഫിക് കൺസേൺ അബൌട്ട് ഹിസ് ഓർ ഹർ ചൈൽഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പേരൻറ്റിൻ്റെ പേര്, നമ്മൾ ഇന്നൊരു പേര് ഡിസൈഡ് ചെയ്യുകയാണ്. സോ ഇമാജിൻ, കൺസിഡർ ദൻ പേരൻറ്റ്സ് നെയിം ഇസ് മേരി. അപ്പോൾ നമ്മുടെ പേരൻറ്റ്, അത് നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? മേരി എന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഫൈൻഡ് ഔട്ട് ഇഫ് പേരൻറ്റ് ഹാസ് എനി സ്പെസിഫിക് കൺസേൺ അബൌട്ട് ഹിസ് ഓർ ഹർ ചൈൽഡ്. നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി? ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദി അസസ്മെൻറ്റ് ഓൺ യുവർ ചൈൽഡ് എന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? സോ ഇനി എന്താണ്? വെൽ മേരി, ഡു യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺ അബൌട്ട് യുവർ ചൈൽഡ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മേ ഐ നോ ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺ അബൌട്ട് യുവർ ചൈൽഡ് മേരി എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഫോർ ദി ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഫോർ ദി പീപ്പിൾ ഹു ആർ വാച്ചിങ് മൈ ലൈഫ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, I just want to know how you can construct the sentence from there itself rather than kind of completely paraphrasing or rephrasing it. But may I know if ഈ parent ആരായി? you. May I know if you, യുവിൻ്റെ കൂടെ നമ്മൾ ഹാസ് പറയില്ല, യുവിൻ്റെ കൂടെ എന്തായിരിക്കും? ഹാവ്. ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺസ് അബൌട്ട് യോർ ചൈൽഡ്, ഹിസ് ഓർ ഹർ ഇസ് യോർ. ഓക്കെ, അബൌട്ട് യുവർ ചൈൽഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് കൺസേൺസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് താഴത്തെ പോയിന്റിൽ നിന്ന് കൺസേൺ റിഗാർഡിങ് യുവർ ചൈൽഡ്. ഓക്കെ ജിസ, വെരി ഗുഡ്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഗീവ് ഫൈൻഡിങ്സ് ഓഫ് ദി ചൈൽഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കൺസേൺ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പേരൻറ്റ് എന്തെങ്കിലും ഒരു കൺസേൺ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുമോ? അപ്പോൾ അവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്തായിരിക്കും?
വാട്ട് യു ഹാവ് ഫൗണ്ട് ആഫ്റ്റർ ദി എക്സാമിനേഷൻ. എന്താണ് നഴ്സ് കണ്ടുപിടിച്ചത് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ, അല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിലും എൻ്റെ എല്ലാ ലൈവിലും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അത് 2 തരത്തിലാണുള്ളത്, അല്ലേ? ഏതൊക്കെയാണെന്നൊന്ന് പറയോ? കേട്ടിട്ടുണ്ടോ എന്ന് ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. മേ ഐ നോ, ഡു യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺ റിഗാർഡിങ് യുവർ ചൈൽഡ്? ഓക്കെ, നമുക്ക് ഇൻ്റർലക്യൂട്ടറിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത് 2 രീതിക്കായിരിക്കും. So I've told you before also. Could you please tell me what are the 2 kind of responses that you'll be getting? Like ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ റെസ്പോൺസ് ഏത് ടൈപ്പ് ആയിരിക്കും? It can be of 2 types, I can say. One would be okay, yes or no എന്നൊരു കമൻറ്റ് വന്നു. എക്സ്പ്രസിങ് ആൻസൈറ്റി. And the second one would be expressing eagerness to gather information. യെസ്, ഓക്കെ. ഇനി ഇല്ല എന്നു ആദ്യമായിട്ട് കഴിഞ്ഞ ലൈവിന് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് എക്സ്പ്രസിങ് ഇറ്റ് വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് വരുന്ന റെസ്പോൺസസ് ആക്ച്വലി ഈ 2 രീതിക്കായിരിക്കും. മനസ്സിലായോ? ഒന്ന്, ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്, വെൽ ഐ എം ടു മച്ച് കൺസേൺഡ് അബൌട്ട് മൈ സിറ്റുവേഷൻ നഴ്സ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ ആൻസൈറ്റി ഉണ്ട്, അല്ലേ? നെക്സ്റ്റോ എക്സ്പ്രസിങ് ഈഗർനെസ് ടു നോ സംതിങ്, അതായത് അവർക്ക് എന്തെങ്കിലും അറിയാനുള്ള ഒരു താല്പര്യം. സോ കുഡ് യു പ്ലീസ് മേ ഐ നോ അബൌട്ട് ദ കോസസ് ഓഫ് ദിസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ആൻസൈറ്റി ഉണ്ടോ? ഇല്ല, അവർക്ക് അത് അറിയണമെന്നുള്ളൊരു ആഗ്രഹമാണല്ലേ. അപ്പോൾ എപ്പോഴാണോ ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പേഷ്യൻ്റ് ഒരു സിമ്പത്തി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് വെനെവർ ദർ ഇസ് ആൻ ഈഗർനെസ് ടു നോ സംതിങ് യു മേ അപ്രിഷിയേറ്റ് ദെം. ഇതെല്ലാം നമ്മുടെ സ്പീക്കിംഗ്, നമ്മുടെ കോൺവെർസേഷൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. മനസ്സിലായോ? എപ്പോഴൊക്കെയാണോ പേഷ്യൻ്റ് ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്, വെൽ ഐ എം ടു മച്ച് കൺസേൺഡ് അബൌട്ട് മൈ ചൈൽഡ്സ് കണ്ടീഷൻ നഴ്സ്, കുഡ് യു പ്ലീസ് ടെൽ മീ ദ ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സിമ്പത്തിയാണ്, അല്ലേ? വെൽ ഐ കൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ ബട്ട് യു ഡോണ്ട് നീഡ് ടു വറി, ഐ വിൽ എക്സ്പ്ലെയിൻ ദ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയാം. ഇൻ കേസ് ഇപ്പോൾ മദർ പറയാണ്, ഐ ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് കൺസേൺ നഴ്സ്, ഐ ജസ്റ്റ് വോണ്ട് ടു നോ അബൌട്ട് ദി ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആൻസൈറ്റി ഉണ്ടോ? ഇല്ല. അമ്മയ്ക്കത് അറിയണമെന്നേ ഉള്ളൂ, അല്ലേ? എനിക്ക് പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല, പക്ഷേ ഇപ്പം എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ളതൊന്ന് പറയൂ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ, എന്താണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വെൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്, ദാറ്റ് ഇസ് എ വാല്യുബിൾ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് അവരെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ സ്പീക്കിംഗ് എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കൊടുക്കും, ഇമ്പാക്റ്റ് തരാൻ സഹായിക്കും. ഓക്കെ, വെൽ ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. യെസ്, വെരി ഗുഡ് ജിസ. യെസ്, അപ്പോൾ ഇപ്പോൾ ഏത് രീതിയിലുള്ള റെസ്പോൺസ് ആണോ കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? അടുത്ത പോയിന്റിലേക്ക് മൂവ് ഓൺ ചെയ്യുക. സോ ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. സോ ഹിയർ വി ഹാവ് ഡിസ്കസ്, സോ ഫാർ വി ഹാവ് ഡിസ്കസ് ദ ഫസ്റ്റ് പോയിന്റ്. കമ്മിങ് ടു ദ സെക്കൻഡ് പോയിന്റ്, ഗീവ് ഫൈൻഡിങ്സ് ഓഫ് ദ ചൈൽഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ. ചൈൽഡിൻ്റെ ഫിസിക്കൽ എക്സാമിനെ പറ്റിയിട്ടുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലേ? സോ ഐ വുഡ് പ്രിഫർ ഗോയിങ് വിത്ത്, ഞാൻ എപ്പോഴും ചെയ്യണ പോലെ, സോ ലെറ്റ് മീ ഗീവ് ഫൈൻഡിങ്സ് ഓഫ് ദ ചൈൽഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ, ദാറ്റ് ഈസ് the findings which indicates എന്ന് വേണമെങ്കിൽ എക്സാമിനേഷൻ which indicates എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിലോ. അപ്പോൾ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ലൈക്ക് ആ ഒരു സെൻറ്റൻസിനൊരു കംപ്ലീഷൻ വരാൻ വേണ്ടിയിട്ട് മൈ നെയിം വർഷ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കംപ്ലീഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എന്താ ആഡ് ചെയ്തിരിക്കണം അവിടെ? ആർ യു വിത്ത് മീ? യെസ്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള, അതായത് ഫില്ലിങ്സ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് യൂസ് ചെയ്താൽ മാത്രമേ അവിടെ എന്താവത്തുള്ളൂ? ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിലും ആ ഒരു സെൻറ്റൻസിന് എന്തായിരിക്കും? കംപ്ലീഷൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആഡ് ചെയ്യാം? സോ ഇവിടെ കംപ്ലീറ്റ് ആക്കാം സെൻറ്റൻസിനെ. ലെറ്റ് മീ ഗീവ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ ചൈൽഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇത് യു ക്യാൻ സേ വിച്ച് ഇൻഡിക്കേറ്റ്സ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അല്ലാന്നുണ്ടെങ്കിൽ it indicates എന്ന് പറയാം, which indicates or it indicates or that is എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, that is below the 5th percentile for weight, height and weight, and it says that the child is having a delayed growth. മനസ്സിലായോ? So let me give findings of the child's physical examination that is below, അല്ലെങ്കിൽ I found that it's below the 5th percentile for height and weight, and I'm so sorry to say that it indicates delayed growth
എന്ന് നിങ്ങൾക്ക് അവിടെ ഒന്ന് പറയാം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഫൈൻഡിങ്സ് ഓഫ് യുവർ ചൈൽഡ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ. ദാറ്റ് ഇസ് യെസ് ദാറ്റ് ഇസ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്താണോ അവിടെ മനസ്സിലായത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫൈൻഡിങ്സിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ള കാര്യം നമുക്കവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇവിടെ ആ ഡിലേഡ് ഗ്രോത്ത് പെട്ടെന്ന് അങ്ങ് അബ്രപ്റ്റായിട്ട് പറയരുത്. നമുക്കത് പറയുമ്പോൾ എന്തായിരിക്കണം, നമുക്ക് അവിടെയും ഒരു എംപത്തി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. ഐ എം സോ സോറി ടു സേ ദാറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിലേഡ് ഗ്രോത്ത് ബട്ട് യു ഡോണ്ട് നീഡ് ടു വറി എന്നൊരു റിയഷുറൻസ് കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്തൂടെ. അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കുട്ടിക്ക് ഡിലേഡ് ഗ്രോത്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിഫിക്കൽട്ടി ഫോർ ദി പേരൻറ്റ്, റൈറ്റ്? ആൻഡ് ദിസ് ഐ എം സോ സോറി ടു സേ ദാറ്റ് ദിസ് ഇൻഡിക്കേറ്റ്സ് ഡിലേഡ് ഗ്രോത്ത് ബട്ട് യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എനിത്തിങ് ബിക്കോസ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഐ വിൽ ഗൈഡ് യു വിത്ത് ദ സെയിം. അപ്പം ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. അവിടെ നമ്മൾ റീഅഷുറൻസ് ആഡ് ചെയ്തു. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് കീ വേർഡ് യു മൈറ്റ് ഹാവ് നോട്ടീസ് ഇറ്റ് ഇസ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഗ്യാദർ ചെയ്യണം അല്ലേ. ഫൈൻഡ് ഔട്ട് വാട്ട് പേരൻസ് അണ്ടർസ്റ്റാൻഡ്സ് അബൌട്ട് ഹൈറ്റ് ഓർ വെയ്റ്റ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ് പെർസെൻറ്റൈൽ ചാർട്ട്സ്. അപ്പോൾ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് പെർസെൻറ്റൈൽ ചാർട്ടിനെ പറ്റിയിട്ടുള്ള പേരൻറ്റിൻ്റെ ഒരു നോളജാണ് നമ്മളിവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കുഡ് യു പ്ലീസ് could you please tell me what you understand about height and weight percentile chart? നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അറിയാവുന്നത്? could you please tell me what you understand about height and weight percentile chart? അപ്പോൾ അവർ ഇൻഫർമേഷൻ നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് വിത്ത് യുവർ പെർമിഷൻ. സോ കൺഫേം ദ പർപ്പസ് ഓഫ് height and weight percentile charts. Compare height and weight of children of similar age. Monitor child's development എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഇവിടെ നിന്ന് അപ്പോൾ എന്തായിരിക്കും മദറിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് അറിയാമായിരിക്കും ഇതിനെ പറ്റിയിട്ട്. സോ ഷീ വോണ്ട് ബി ഹാവിങ് എൻ ഐഡിയ, റൈറ്റ്? സോ ഷീ ഈസ് ഗോയിങ് ടു സേ നോ നസ് ഐ ഡോണ്ട് നോ റിഗാർഡിങ് ദിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആ പറഞ്ഞ ആ റെസ്പോൺസിൽ നിന്ന് തുടങ്ങുക. മനസ്സിലായോ? ഇപ്പം ഞാൻ പറയാണ് വെൽ ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് നഴ്സ്, യു ഡോണ്ട് നീഡ് ടു വറി, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദിസ് എന്ന് അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വേർ ഷീ സ്റ്റോപ്ഡ്, ആ ഒരു പർട്ടിക്കുലർ കോൺവെർസേഷൻ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ. സോ അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു എക്സാം ലൈവിന് പറഞ്ഞ പോലെ തന്നെ ഡോണ്ട് ജംപ് ഇൻ ടു എ കൺക്ലൂഷൻ ദാറ്റ് നിങ്ങൾക്ക് ആ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരും. വാട്ട് ഇഫ് ദേ ഷഫ്ലിംഗ് ദി ഓർഡർ? നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അവർ ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചു എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരിവിടെ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി അറിയില്ല. വെൽ യു ഡോണ്ട് നീഡ് ടു വറി, ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ടു യു. So, I can confirm the purpose of, or I would like to confirm the purpose of weight and height percentile charts. Okay. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് I would like to എന്ന് പറഞ്ഞിട്ടാണ്. Okay. Do you have any idea regarding height and weight percentile? Okay, yes, Srideka, that's also good. Yeah. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ എന്താണ്? That's good. Yeah, so I would like to confirm the purpose of height and weight percentile chart. It compares, എന്താണ്? It compares the height and weight of children of similar age and monitor child's development. Clear ആയോ? അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്കും ചോദിക്കാം. Am I clear to you, Mary? എന്ന് നമുക്ക് അവിടെ ആ പേര് ഇൻക്ലൂഡ് ചെയ്യാം. Am I clear to you, Mary? ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത കീവേഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആസ്ക് ഹൗ ദ പേരൻറ്റ് ഫീൽസ് അബൌട്ട് ഹിസ് ഓർ ഹെർ സൺസ് ഡെവലപ്മെൻറ്റ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വി ആർ ഗ്യാദറിങ് ഇൻഫർമേഷൻ. നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാണ് അല്ലേ. സോ നിങ്ങളതെങ്ങനെ ഫ്രെയിം ചെയ്യും? അപ്പോൾ നമ്മൾ മേ ഐ നോ ഓൾറെഡി യൂസ് ചെയ്തു. കുഡ് യു പ്ലീസ് ടെൽ മീ ഓൾറെഡി യൂസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ക്യാൻ യു പ്ലീസ് ലെറ്റ് മീ നോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ക്യാൻ യു പ്ലീസ് ലെറ്റ് മീ നോ ഹൗ യു ഫീൽ അബൌട്ട് യുവർ സൺസ് ഡെവലപ്മെൻറ്റ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് യുവർ ഐഡിയ റിഗാർഡിങ് യുവർ സൺസ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സൺസ് ഡെവലപ്മെൻറ്റ് എന്നും ചോദിക്കാം. ഇതല്ല സെൻറ്റൻസ് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഫസ്റ്റ് കീവേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങ് സ്ട്രൈക്ക് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ഐ ഹാവ് ഡൺ റൈറ്റ് ഹിയർ. ആ കീവേഡ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് യൂസ് ചെയ്തു. കെൻ യു പ്ലീസ് ടെൽ മീ ഹൗ ദ പേരൻറ്റ് ആരായി, യു ഫീൽ അബൌട്ട് ഹിസ് ഓർ ഹെർ എന്ന് പറയുമ്പോൾ അതാരാണ്,
യോർ ആണ് അല്ലേ, യോർ സൺസ് ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട്? ഇഫ് യു ഡോണ്ട് മൈൻഡ് കെൻ യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ സൺസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, തിങ്ക് എന്നുള്ളൊരു വേർഡ് വരണേ ജിസ അവിടെ. കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് യു ഫീൽ ഓർ വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സൺസ് ഡെവലപ്മെൻറ്റ്. അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ ഐം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. സോ ദ പേഴ്സൺ വിൽ ബി ഫീലിംഗ് എ ബിറ്റ് ഓഫ് ആൻഷ്യസ് ഐ ഗെസ്. റീഅഷ്യോർ ദ പേരൻറ്റ് എന്നാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് തന്നെ. അപ്പോൾ ഈ കീ വേർഡ് റീഅഷ്യോർ ആണ്. അവിടുന്ന് മനസ്സിലായി ഇപ്പോൾ ആൻഷ്യസ് ആണല്ലേ. വെൽ ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ ബീയിങ് എ പേരൻറ്റ്. ഐ നോ ഹൗ ഫ്രസ്ട്രേറ്റിംഗ് ദ സിറ്റുവേഷൻ മൈറ്റ് ബി ഫോർ യു, ബട്ട് യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എനിത്തിങ് മേരി, ബിക്കോസ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ആൻഡ് ഐ ക്യാൻ അഷ്യോർ യു ദാറ്റ് and I can assure you about your son's development. എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? catch-up growth can occur, may not be due to a serious issue and the child is healthy. ചൈൽഡിന് വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ catch-up growth ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല. other than that the child is healthy. The only thing is delayed growth ആവുന്നുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ആദ്യമേ ഒരു ആപ്റ്റായിട്ടുള്ള ഫ്രേസ് യൂസ് ചെയ്യുക, ദെൻ സേ ആൻഡ് മോർ ഓവർ അല്ലെങ്കിൽ അലോങ് വിത്ത് ദാറ്റ് ഐ ക്യാൻ റീഅഷ്യോർ യു അബൌട്ട് യുവർ സൺസ് ഡെവലപ്മെൻറ്റ്. സോ catch-up growth can occur with time. Also it doesn't indicate it may not be due to a serious issue and the child is healthy, so you don't need to worry about it Mary എന്ന് നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവിടെ ഒരു കൺഫർമേഷനും കൂടെ ചോദിക്കാം അല്ലേ. അണ്ടർസ്റ്റാൻഡബിൾ എന്നുള്ളൊരു വേർഡാണ് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ ടു യു മേരി? അത് പറഞ്ഞതിൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാം. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് വേർഡ്? ലുക്ക് ഫോർ ദ നെക്സ്റ്റ് വേർഡ്. കീവേഡ് എന്താണ്? അഡ്വൈസ്. അഡ്വൈസ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് കീവേഡ്. അഡ്വൈസ് ദ നീഡ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ഡോക്ടർ. ലൈക്ക് ഇവിടെ ഫിസിക്കൽ എക്സാമിന് റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി വന്നു, ബട്ട് അവിടെയാണ് ലൈക്ക് ഡോക്ടറിനെ മീറ്റ് ചെയ്തോ? നോ, നഴ്സ് മാത്രമാണ് ഇപ്പോൾ മീറ്റ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? in addition to that I can advise the need for a further investigation with the doctor. എന്ത് പറയാം? to determine the underlying cause for delayed growth and to plan appropriate treatment and management എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ തന്നെ ആഡ് ഓൺ ചെയ്യാം. യെസ്, വെരി ഗുഡ് ശ്രീരേഖ. ബീയിങ് എ പേരൻറ്റ് ഐ നോ ഹൗ ഡിഫിക്കൽട്ട് ദ സിറ്റുവേഷൻ ഈസ് ഫോർ യു എന്ന് പറയാം. ദ സിറ്റുവേഷൻ ഫോർ യു how difficult the situation is for you. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫ്രേസ് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ സണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് ഫർദർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് ഇവിടെ ഞാനൊരു കണക്ടർ യൂസ് ചെയ്തു, കാരണം ഇതൊരു കണ്ടിന്യൂസ് പോയിൻ്റ് ആണ്. ഡോണ്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ ഹിയർ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുന്നു? ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കണക്ടർ യൂസ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഡു ആഡ് എ കണക്ടർ ഇൻ ബിറ്റ്വീൻ സോ ദാറ്റ് വി ആർ ഷോയിങ് ദ ചേഞ്ച് ഇൻ ടോപ്പിക്. ഷിഫ്റ്റ് ഇൻ ടോപ്പിക് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ കോണ്ടൻറ്റ് എന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ യൂസ്ഡ് connector over there. In addition to that, let me advise the need for further investigation with doctor for determining underlying cause for delayed growth and for appropriate treatment and management. As a parent, I can understand what's going through your mind, but try not to be, I can assure you. Okay, try not to worry, try not to worry. I can assure you that. Very good. That's a good statement. Thank you for that, Jisa. And I'm just moving forward. നമ്മൾ ഇവിടെ അതിനുശേഷം എന്ത് ചോദിക്കാം? ഫർദർ മാനേജ്മെൻറ്റും അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റും എല്ലാം ഡോക്ടർ പറയും. അതുകൊണ്ട് തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമുക്ക് എന്ത് ചോദിക്കാം? ഞാൻ പോയിൻ്റ് എന്ന് ഒരു വേർഡാണ് ഇവിടെ എഴുതുന്നത്. ഏതാണ് ആ ക്ലാരിഫിക്കേഷൻ ഫ്രേസ് പോയിൻ്റ് വെച്ചിട്ടുള്ളത്? Did you get my point, Mary? എന്ന് ചോദിക്കാം. Okay, so moving on to the next one. Reassure the parent that it is not his or her fault. ഇത് അവരുടെ തെറ്റല്ല എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല അല്ലേ. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് നിർത്തി, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടാസ്ക് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സോ അതിനു മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ഓൺ ചെയ്യാം. സോ ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ? നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ എന്നാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, do you need any further clarification? കാരണം എന്താണ്? കൺസേൺ, ക്വസ്റ്റ്യൻ, അതിൻ്റെയൊക്കെ റെപ്പറ്റീഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ഫോർ ഡിഫറെൻറ്റ് ഫ്രേസസ് ഗൈസ്. ഓക്കെ, ഡോണ്ട് യൂസ് ദ സെയിം ഫ്രേസ് അഗൈൻ ആൻഡ് അഗൈൻ. സോ ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ മേരി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? അപ്പോൾ പേരൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ച് നോക്കിക്കേ. റീഅഷ്യൂർ ദ പേരൻറ്റ് ദാറ്റ് ഇറ്റ് ഇസ്
not his or her fault. അപ്പോൾ അമ്മ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? Well, nurse, I feel quite guilty about my situation. If I could have taken much more care about my child, I would have avoided this situation. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആൻസൈറ്റി ആണോ ഈഗർനെസ് ആണോ വരുന്നത്? ഡെഫിനറ്റ്ലി ഒരു ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് കീവേഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടി അല്ലേ? റീഅഷ്യൂർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? നമ്മളെ ഒന്ന് എംപത്തൈസ് ചെയ്യാം ആദ്യമേ അല്ലേ? യെസ്, ഇഫ് ഐ വർ യു മേരി, ഐ വുഡ് ഹാവ് റിയാക്റ്റഡ് ദ സെയിം മാനർ, ബട്ട് ഐ കെൻ assure you that you don't need to worry about anything regarding this thing. Just like I mentioned, your child will be fine. Moreover, let me reassure you that it is not your fault. അത് നിങ്ങളുടെ fault അല്ല. യെസ് പ്രസീത, വെരി ഗുഡ്. ആൻസൈറ്റി ആണ് അവിടെ മദർ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ? ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് എന്ന് നമുക്ക് പറയാം. അടുത്ത എന്താണ്? let me tell you that the doctor will provide you more information on this. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫർദർ അസസ്മെൻറ്റ്, ഫർദർ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ, ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സോ വി ആർ ജസ്റ്റ് ടെലിംഗ് ദ പേരൻറ്റ് ടു ബി അഷ്യോർഡ് അബൌട്ട് ദിസ് തിങ്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് എംപത്തൈസ് ചെയ്യാം അവരുടെ സിറ്റുവേഷനുമായിട്ട് അല്ലേ? വെൽ, ഐ കൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഇഫ് ഐ വർ യു, ഐ വുഡ് ഹാവ് റിയാക്റ്റഡ് ദ സെയിം മാനർ, ബട്ട് ലെറ്റ് മീ റിയഷ്യൂർ യു ദാറ്റ് ദിസ് ഇസ് നോട്ട് യുവർ ഫോൾട്ട്. The doctor is the right person to provide you further information on this. So am I clear to you? Clear എന്നുള്ള വേർഡ് കണ്ടോ? ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ റെപ്പിറ്റേഷൻസ് വരുന്നുണ്ട്. സോ ഐ വോണ്ട് യു പീപ്പിൾ ടു ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് സർട്ടൻ കീ വേർഡ്സ്. ഇതൊരു കീ വേർഡാണ്. ഫോളോയിങ് വെച്ചിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഫ്രേസ് ഏതാണ്? ഫോളോയിങ് വെച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ, നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ഫ്രേസ് പറയുമോ ഫോളോയിങ് വെച്ചിട്ട്? ഡു യു ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് ദിസ് a clarification phrase based on the word following? ഫോളോയിങ് വെച്ചിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന്. നമ്മൾ എങ്ങനെയായിരിക്കും ഫോളോയിങ് പറയുന്നൊരു വേർഡ് വെച്ചിട്ട് ചോദിക്കണത്? ആർ യു വിത്ത് മീ? വിൽ യു ബി ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്? ഓക്കെ, യെസ്. ആർ യു ഫോളോയിങ് മീ? വെരി ഗുഡ്. അപ്പോൾ എനിക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രേസസ് ഇവിടെ കിട്ടി. ആർ യു ഫോളോയിങ് എന്ന് പറയണേ ജസ്റ്റ് ആർ യു ഫോളോയിങ് മൈ വേർഡ്സ്? ഓക്കെ. ആൻഡ് പ്രസീത പറഞ്ഞൊരു വേർഡ് ആ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. വിൽ യു ബി ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ് ആണ്. വിൽ യു ബി ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണല്ലേ. ഇപ്പോൾ പ്രസീത ആൻഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ, എല്ലാവരോടും കൂടി ആയിട്ടാണ് ആ ഒരു ഫ്രേസ് നമ്മൾ സജഷൻ പറഞ്ഞതിന് ശേഷം, റെക്കമെൻഡേഷൻ കൊടുത്തതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ്. വിൽ യു ബി ഏബിൾ ടു ഫോളോ മൈ അഡ്വൈസ് അല്ലെങ്കിൽ വിൽ യു ബി ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ് എന്ന് ചോദിക്കുന്നത്. ഞാനൊരു സജഷൻ പറഞ്ഞു, ആൻഡ് ഫോർ യുവർ കണ്ടീഷൻ ഇറ്റ്സ് ബെറ്റർ ടു ഫോളോ എ ഡിഫറെൻറ്റ് ഡയറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം ടു ഡു സർട്ടൻ ഫിസിക്കൽ ആക്ടിവിറ്റി. സോ വിൽ യു ബി ഏബിൾ ടു ഫോളോ മൈ അഡ്വൈസ്? ഞാൻ പറയുന്നത് കേൾക്കുമോ എന്നാണ് ആ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മരിയാമ്മ പറഞ്ഞ പോലെ തന്നെ ആർ യു ഫോളോയിങ് മീ അല്ലെങ്കിൽ ആർ യു ഫോളോയിങ് മൈ വേർഡ്സ്, ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഓക്കെയാണ്. ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്? Okay, then I hope you are following my words. Are you able to follow me, Miss Mary? Are you following my words? Okay, so clear ആണല്ലോ. ഇവിടെ നമുക്ക് എന്താണ് are you following my words എന്ന് ചോദിക്കാം. യെസ്, ശ്രീരേഖ വേറൊരു കമൻറ്റും കൂടി ഇട്ടിട്ടുണ്ട്, ലൈക്ക് ഒരു ഡിഫറെൻറ്റ് ഫ്രേസ്. ആർ യു ഓൺ ദ സെയിം പേജ്? ആർ വി ആണ് ശ്രീരേഖ, ആർ വി, അതായത് നമ്മൾ രണ്ടുപേരും. ഞാൻ പറഞ്ഞ അത്രയും വരെ മനസ്സിലായോ? ആർ വി ഓൺ ദ സെയിം പേജ്? ഓക്കെ, are you able to follow my words? Okay, thank you so much. You people are active. Thank you. Yes, so coming to the next point, അപ്പോൾ അടുത്ത എന്താണ്? coming to the last point, outline next steps. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം. Do you have any further doubts, Mary? വേറെ എന്തെങ്കിലും further doubts ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്സിനെ പറ്റിയിട്ടായിരിക്കും മേ ബി മേരി ചോദിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? I can understand your situation. ദാറ്റ് ഈസ് എ വാല്യുബിൾ. ഇപ്പോൾ അവരൊരു കൺസേൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ നോ ഹൗ യു ഫീൽ അറ്റ് പ്രസൻറ്റ്, ബട്ട് ഡോണ്ട് വറി, ലെറ്റ് മീ ഔട്ട്ലൈൻ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ്, സോ കുഡ് യു പ്ലീസ് ടെൽ മീ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ദാറ്റ് ഈസ് എ റീസണബിൾ കൺസേൺ, ലെറ്റ് മീ ജസ്റ്റ് ഔട്ട്ലൈൻ ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ടു യു. സോ ഫസ്റ്റ്ലി ദർ വിൽ ബി എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടേഴ്സ് റിക്വയർഡ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ടെസ്റ്റ്. സോ അവിടെ അതിനുശേഷം എന്താണ് നമ്മൾ ചോദിക്കുന്നത്? എസ്റ്റാബ്ലിഷ് പേരൻസ് വില്ലിങ്നെസ് ടു മേക്ക് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു വില്ലിങ് ടു മേക്ക് ദ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് റൈറ്റ് അറ്റ് പ്രസൻറ്റ്? വില്ലിങ് ആണോ? ആർ യു വില്ലിങ് ടു മേക്ക് ദ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്? ഓക്കെ ആണോ? ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ ടു യു നൗ. ഓക്കെ അല്ലേ? So we were actually discussing a case on a just examined situation, and that too ഒരു delayed growthനെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്.
ഓക്കെ, ആൻഡ് ഇത് ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആക്ച്വലി ഐ ഹവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ ഫോർ യു പീപ്പിൾ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ വരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുഡ് യു പ്ലീസ് കമൻറ്റ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. ഡു യു ഹാവ് എനി ഡൗട്ട് സോ ഫാർ? So we have been engaging the parent pretty well, expressing being with their being in their shoes എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതേപോലത്തെ ഒരു കോൺവെർസേഷൻ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ലെറ്റ് മീ മൂവ് ഫോർവേഡ് വിത്ത് ജോൺസ് കണ്ടീഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, നമ്മൾ അതിനുശേഷം ഫോർവേഡ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലനേഷനും കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് എവറിത്തിങ് ലൈക്ക് പ്രിറ്റി മച്ച് summed up. So I guess you don't have any questions on this. So I've got a question for you. ഈ ഒരു കേസ് വായിച്ചിട്ട് ഇതിൻ്റെ ഇൻട്രോ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? So the setting given here is a children's hospital and you see the parent of a 3-year-old girl who has been brought to the emergency department because she has chest tightness, wheezing and difficulty breathing. You are assessing her in triage and have just taken her vital signs. The child is not present for the discussion. So based on the follow-up questions confusion ആണോ മാം? ഓക്കെ ഞാൻ സ്ട്രീറ്റൊക്കെ അത് ഞാൻ അഡ്രസ്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ജസ്റ്റ് ഇതൊന്ന് ഗോ ത്രൂ ചെയ്തേ ആൻഡ് ലെറ്റ് മീ നോ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ. സോ ഹൗ ഡു വി സ്റ്റാർട്ട് ദിസ് പെർട്ടിക്കുലർ കേസ്? ഈ ഒരു പെർട്ടിക്കുലർ കേസ് നിങ്ങൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെയല്ലേ? ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസസ്. ഞാനിവിടെ ഒന്നും പറയണില്ല, അതിനുശേഷം മാത്രമേ ഐ വിൽ ജസ്റ്റ് മേക്ക് എ കമൻറ്റ്. Okay, ask the name of the patient during preparation time. Yes, Nimi, I have just done your child's assessment. Very good. യെസ്, അപ്പോൾ എനിക്ക് കമൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്ത ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് നിങ്ങളോടും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പ് വരുത്താമല്ലോ ലൈക്ക് നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളത്. I have completed your child's assessment. Okay, good Prasida. Okay, patient name ചോദിച്ചു, അതിനുശേഷം completed assessment പറഞ്ഞു. Okay, fine. Yes. വേറെ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? I have just assessed your child's condition. Okay, yes, good ജിസ. ഓക്കെ, അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടോ? നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കിത് ലൈവ്ലി ആയിട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ലൈക്ക് ഇറ്റ്സ് ടു ബോറിങ് ഇഫ് ഐ ജസ്റ്റ് കീപ്പ് ഓൺ സ്പീക്കിംഗ്. മെജോറിറ്റി ഓഫ് ദ ടൈം ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, ബട്ട് സ്റ്റിൽ ദെൻ നിങ്ങളും കൂടെ സംസാരിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ അലൗവിങ് മീ ടു അസസ് യുവർ ചൈൽഡ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ ഒരു കേസായിരുന്നു ഇതും അല്ലേ? അപ്പോൾ നമുക്ക് ആ സെറ്റിംഗ് ഒന്ന് നോക്കാം. സോ ദ സെറ്റിംഗ് ഗിവൺ ഹിയർ ഇസ് എ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ. അപ്പോൾ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് യുവർ ചൈൽഡ്സ് അസസ്മെൻറ്റ്. ഓക്കെ സീത, yes. So you see the parent of a 3-year-old girl who has been brought to the emergency department because she has chest tightness, wheezing, difficulty breathing. You are assessing her in triage and have just taken her vital signs. The child is not present for the discussion. How may I address the child during the role play? Am I talking to Aruna's parent? Okay. ചൈൽഡിൻ്റെ നെയിം നീഡഡ് ആണോ ഇവിടെ? ഓക്കെ, യെസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട് നീഡഡ് ആണോ എന്നുള്ള കാര്യം. യെസ്, ഫൈൻ. സോ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 4 സിറ്റുവേഷൻസിൽ ഏത് സിറ്റുവേഷനിലാണ് ഇത് വരുന്നത്? കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻ്റ് ആണോ? അല്ല. കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ ആണ്, പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ വെൻ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് പ്രസൻറ്റ്. ആ ഒരു സിറ്റുവേഷനിലല്ലേ ഇത് വരുന്നത്? ഈ ലൈവ് ആദ്യമേ കാണാത്തവർ ജസ്റ്റ് ഒന്നും കൂടി ഗോ ത്രൂ ചെയ്യണേ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ വെൻ ദ
പേഷ്യൻ്റ് ഇസ് നോട്ട് പ്രസൻറ്റ്, അങ്ങനെ വരുമ്പോഴത്തേക്കൊന്നും നമ്മൾ എങ്ങനെയായിരിക്കും പറയാം? അവിടെ നമ്മൾ ഐ ഹാവ് കംപ്ലീറ്റഡ് എന്നാണോ പറയേണ്ടത്, അതോ നിങ്ങൾ പറയുന്നത് താങ്ക് യു ഫോർ അലൗവിങ് മീ എന്നായിരിക്കുമോ? താങ്ക് യു ഫോർ അലൗവിങ് മീ ആണോ പറയേണ്ടത്, അതോ ഐ ഹാവ് കംപ്ലീറ്റഡ് എന്നാണോ പറയേണ്ടത്? സോ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഐ ജസ്റ്റ് ഗോൺ ത്രൂ യുവർ ചൈൽഡ്സ് കണ്ടീഷൻ, പ്ലീസ് ബി കാം. ഓക്കെ, യെസ്. സോ നിമ്മി ചോദിച്ചൊരു ക്വസ്റ്റ്യന് ഞാൻ ആദ്യം ഉത്തരം പറയട്ടെ. ദ ചൈൽഡ്സ് നെയിം ഇസ് നീഡഡ്. ഡെഫിനറ്റ്ലി. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ നിമ്മി, ഒന്നാമത്തെ കാര്യം, ദ ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദി ഡിസ്കഷൻ ആൻഡ് ഇറ്റ് ഇസ് എൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് നിമ്മി. ഇപ്പോൾ അവിടെ നിമ്മി സംസാരിക്കാൻ പോകുന്നത് ആരോടാണ്? നമ്മൾ കുട്ടീനെ ട്രയജിൽ നോക്കിക്കൊണ്ടിരുന്നു. വൈറ്റൽ സൈൻസ് എടുത്തതിന് ശേഷം നമ്മൾ ആരോട് സംസാരിക്കാൻ പോവുകയാണ്? വി ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദ പേരൻറ്റ്. പേരൻറ്റിനോട് സംസാരിക്കാൻ പോകുന്നു. പക്ഷേ ചൈൽഡ് അവിടെ പ്രസൻറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആരുടെ പേര് വേണം? കുട്ടിയുടെ പേര് വേണം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോണ ഒരു കാര്യം എന്തായിരിക്കും? ആസ്ക് പേഷ്യൻസ് നെയിം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് പേഷ്യൻ്റ് നെയിം ചോദിക്കുന്നു. ഇതെപ്പോഴാണ് നിങ്ങൾ ചോദിക്കാൻ പോണത്? ഡ്യൂറിങ് ദി 3 minutes പ്രിപ്പറേഷൻ ടൈം. ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ കുട്ടിയുടെ പേര് ചോദിക്കുക. ആൻഡ് വെൻ യു സ്റ്റാർട്ട് വിത്ത് ദ കോൺവെർസേഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫേം ദി ബൈസ്റ്റാൻഡർ. മറന്നു പോവല്ലേ, കാരണം പേഷ്യൻ്റ് അവിടെ ഇല്ല അല്ലേ? നമ്മൾ കുട്ടീനെ ടേക്ക് കെയർ ചെയ്തിട്ട് പുറത്തേക്ക് വന്ന് സംസാരിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺഫേം ദി ബൈസ്റ്റാൻഡർ, ദെൻ ആസ്ക് ദെയർ നെയിം. നമുക്ക് അവരുടെ പേര് ചോദിക്കാം. അവരുടെ പേര് നമ്മൾ ചോദിക്കുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ എക്സാമിനേഷനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നു. ഏത് എക്സാമിനേഷനാണ് ആക്ച്വലി അവിടെ പറയുന്നത്? കംപ്ലീറ്റ് ചെയ്തത്, ഓൾറെഡി ഫിനിഷ് ചെയ്ത ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മെൻഷൻ ചെയ്യുന്നു. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് തിങ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൗ ക്യാൻ ഐ അഡ്രസ് ദ ചൈൽഡ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ? ഇപ്പം ഞാൻ പറയാണ്, ഗേൾ ആയതുകൊണ്ട് തന്നെ ലിയ. സോ യു ക്യാൻ കോൾ ദ ചൈൽഡ് ലിയ എന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ലിയാസ് പേരൻറ്റ്? ഓ വെൽ, കുഡ് യു പ്ലീസ് റിമൈൻഡ് യുവർ നെയിം വൺസ് അഗൈൻ? എന്തുകൊണ്ടാണ് റിമൈൻഡ് എന്ന് പറഞ്ഞത്? ബിക്കോസ് നമ്മൾ ഇവരെ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? പേരെങ്ങനെയായിരുന്നു എന്ന് ചോദിക്കില്ലേ? അതാണ് നമ്മളിവിടെ. കുഡ് യു പ്ലീസ് റിമൈൻഡ് യുവർ നെയിം വൺസ് അഗൈൻ? ഓക്കെ, സോ ഐ ഹാവ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇനി എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. ഒരു കുട്ടീനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. ചെസ്റ്റ് ടൈറ്റ്നസ്, വീസിങ് ആൻഡ് ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ആയിട്ടാണ് കൊണ്ടുവന്നത്. യു ആർ അസസിങ് ഹെർ ഇൻ ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹാവ് ജസ്റ്റ് ടേക്കൺ ഹർ വൈറ്റൽ സൈൻസ്. കുട്ടിയുടെ വൈറ്റൽ സൈൻസ് നമ്മൾ എന്ത് ചെയ്തു? എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ എന്തായിരിക്കും മെൻഷൻ ചെയ്യുന്നത്? സോ ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ഹർ വൈറ്റൽ സൈൻസ്. അപ്പോൾ ഇനി കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുട്ടിയുടെ കണ്ടീഷൻ എന്തായിരിക്കും? ഒരു കാര്യം പറയുകയാണ്, താഴേക്ക് നിങ്ങൾ വായിക്കാത്തതുകൊണ്ട് തന്നെ. സോ കുട്ടിയുടെ കണ്ടീഷൻ ഓക്കെ ആണ് കേട്ടോ. സോ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ ഹർ വൈറ്റൽ സൈൻസ് ആൻഡ് ഷീ ഈസ് സ്റ്റേബിൾ റൈറ്റ് നൗ, സോ യു ഡോണ്ട് നീഡ് ടു വറി എന്ന് മെൻഷൻ ചെയ്യാം. ക്ലിയർ ആയോ? If I am not wrong, are you X's mother? If I am not wrong, am I speaking to Leah's parent? Could you please restate your name? Very good. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഐ എം റിയലി ഗ്ലാഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഐ എം ക്ലാപ്പിംഗ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഐ എം അപ്രിഷിയേറ്റിംഗ് യു പീപ്പിൾ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ യു പീപ്പിൾ വർ പ്രിറ്റി മച്ച് ഇൻ ടു ദിസ് കോൺവെർസേഷൻ. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഗോ വിത്ത് ദ ചൈൽഡ്സ് നെയിം എന്നാണ്, പേഷ്യൻസ് നെയിം എന്ന ഒരു കാര്യം കൂടി ഞാൻ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ഗോ വിത്ത് ദ പേഷ്യൻസ് നെയിം, ദെൻ കൺഫേമിംഗ്. ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു എക്സസ് ബൈസ്റ്റാൻഡർ? ദെൻ ആസ്കിംഗ് ദെയർ നെയിം ആസ് എ ടോക്കൺ ഓഫ് റിമൈൻഡിങ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ദെൻ ആക്ട്, കംപ്ലീറ്റ് ചെയ്ത ആക്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഹാവ് എക്സാമിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹാവ് ജസ്റ്റ് ടേക്കൺ ഹർ വൈറ്റൽ സൈൻസ്. ഹാവ് ജസ്റ്റ് ടേക്കൺ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു അല്ലേ? ആൻഡ് ഇനി കുട്ടിയുടെ പേര് ചോദിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, ബിക്കോസ് ദ ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ്. അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടി ട്രയൽസിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് എന്താണ്, നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടീനെ. കുട്ടി ഈസ് നോട്ട് ഹിയർ. സോ വെൻ വി ആർ ഗോയിങ് ടു സ്പീക്ക്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വന്നിട്ട് അവിടെ അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൺഫേം ചെയ്തിട്ട് സംസാരിക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഒരു കാര്യം കൂടി ഞാൻ ഇവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചത്, ലൈക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് 2 ടാസ്ക് നോക്കുകയാണെങ്കിൽ, ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ചൈൽഡ് സിംറ്റം. ഫസ്റ്റ് ടാസ്ക്, എക്സ്പ്ലോർ ഫർദർ ഡീറ്റെയിൽസ് റെലവൻറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ചൈൽഡ്. അപ്പോൾ ഈ 2 ടാസ്ക് നോക്കിക്കേ. അറ്റ് എ സ്ട്രെച്ച് നിങ്ങൾ ഹിസ്റ്ററി ചോദിക്കുകയാണ്, ഫൈൻഡ് ഔട്ട് ആൻഡ് എക്സ്പ്ലോർ. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുഡ് യു പ്ലീസ് ടെൽ മീ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ചൈൽഡ് സിംറ്റംസ്? ഓക്കെ, വാട്ട് അബൌട്ട് ദ ഡ്യൂറേഷൻ? ഓക്കെ, മേ ഐ നോ ദ പോസിബിൾ ട്രിഗർ? ഇസ് ദർ എനി ചേഞ്ച് ഇൻ സിവിയറിറ്റി? ഓക്കെ, ഹാവ് യു ട്രൈഡ് എനി ട്രീറ്റ്മെൻറ്റ്?
Okay, so did you notice any previous occurrence of the same? Okay, so what about her general health? Okay, did she had any recent illness? Is she taking any medication at present? Okay, do you have any family history of asthma, hay fever or eczema? എന്നൊറ്റയടിക്ക് അങ്ങ് ചോദിച്ചു വരരുത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിലേറെ ഹിസ്റ്ററി തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് കാണും? അവിടെ ചോദിക്കേണ്ടതിൻ്റെ കാര്യത്തിലൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വെനെവർ യു ലുക്കിംഗ് ഇൻ ടു ദ കാർഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ആദ്യമേ നമ്മൾ ചോദിക്കുന്നത് ചൈൽഡ് സിംറ്റമിനെ പറ്റിയിട്ടാണ്. യു ആർ ആസ്കിങ് അബൌട്ട് ദ ചൈൽഡ് സിംറ്റം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ്. അവിടെ നമ്മൾ ജനറൽ ഹെൽത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സോ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ വെനെവർ യു ഹാവിങ് history, you're collecting history collection, you're collecting history and you have different, you see that there are 2 or 3 points on based on history. അങ്ങനെ ആകുമ്പോഴത്തേക്കും അതിനെ പ്രോപ്പർലി കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. Okay, so I hope things are clear. You got an idea regarding this? Any confusions with this thing? We were having a conversation once again to remind you people about just exam in case on a delayed growth and ആ സിറ്റുവേഷൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നെക്സ്റ്റ് ലൈവിന് ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് സിനാരിയോസ് വെച്ചിട്ട് ജസ്റ്റ് എക്സാമിൻ്റെ കേസിന് ഡിഫറെൻറ്റ് സിനാരിയോസ് ആയിട്ട് ഞാൻ വരാം. സോ ദാറ്റ് യു വിൽ ബി ഹാവിങ് മച്ച് മോർ ക്ലാരിറ്റി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഇറ്റ്സ് നിയർലി 1 hour right now and you people are here. Thank you so much. That fills my heart and you people made my day. Thank you guys. I hope it was clear to you and you people were a good, you people have actively participated. So that is really, a great thing for me. Thank you so much. Wishing you all the very best for your, preparations and the rest of the thing. എല്ലാം ഒരുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. സ്പീക്കിംഗ് ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവിന് വരുമ്പോൾ ചോദിക്കുക. വിൽ ബി മീറ്റിംഗ് എവറി മൺഡേ. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ടേക്ക് കെയർ. ബൈ ബൈ.